ചാപ്റ്റർ 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ഇവിടെ ഒരു പഠനയാത്രയ്ക്ക് പോകുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുണിയാട്ടുകുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുണിയാട്ടുകുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളിൽ ശക്തൻ തമ്പുരാൻ മ്യൂസിയമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാ അനുഭവത്തിൻ്റെ ഒരു ഭാഗമാണ് താഴെ കൊടുക്കുന്നത്. നിങ്ങളും ഇത്തരത്തിലുള്ള പഠനയാത്രകൾ പോയിട്ടില്ലേ? അതിൻ്റെ അനുഭവം എഴുതി അവതരിപ്പിക്കുക. ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെക്കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിൽ വിവരിക്കുന്നത് നോക്കാം. ചരിത്രശേഷിപ്പുകൾ തേടിയൊരു യാത്ര. റിച്ചു എസ്. ഗവൺമെൻറ് UPS കാറ്റാടിക്കുന്ന് നിരപ്പാർന്ന പ്രദേശത്തു നിന്നും കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കൂടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലെ ഇരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ. ഈ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളും ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ചരിത്രശേഷിപ്പുകൾ ഏതൊക്കെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ. ഇനി മഹാശിലായുഗം എന്താണെന്ന് നോക്കാം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ. മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം അല്ലെങ്കിൽ മെഗാലിറ്റിക് ഏജ് എന്നറിയപ്പെടുന്നു. എന്താണ്? കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ്, അതായത് മഹാശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് മഹാശിലായുഗം അഥവാ മെഗാലിറ്റിക് ഏജ് എന്ന് പറയുന്നത്. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടും. കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളാണ്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്? കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. എന്താണ് ദക്ഷിണേന്ത്യയെക്കുറിച്ച്? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ എന്നറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളും കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. മഹാശിലാസ്മാരകങ്ങൾ: തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ. ഇതെല്ലാം മഹാശിലാസ്മാരകങ്ങളാണ്. തൊപ്പിക്കല്ല്, കുടക്കല്ല്,
കല്ലറ, നാട്ടുകല്ല്, മുനിയറ. മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്ത് ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനായി ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്ത് ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടവയാണെന്നാണ് പറയുന്നത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇരുമ്പായുധങ്ങളും ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇരുമ്പ് യുഗം എന്നും അതുകൊണ്ട് അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രം നിരീക്ഷിച്ചു. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലിപീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് ഭക്ഷണശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളുമാണ് ഈ കൊടുത്തേക്കുന്നത്. ആദിച്ചനല്ലൂർ. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. ചേരന്മാരും പാണ്ഡ്യന്മാരും ചോളന്മാരുമാണ് അന്ന് ഭരിച്ചിരുന്നത്. അവിടുത്തെ കേന്ദ്രങ്ങളാണ് വഞ്ചി, ഉറയൂർ, മധുരൈ. ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന പേരാണ് തമിഴകം എന്നാണ് അറിയപ്പെട്ടത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘ സാഹിത്യ കൃതികളിൽ നിന്നാണ്. സംഘസാഹിത്യം യാതും ഊരൈ, യാവരും കേള്, തീതും തൻറ്റും പിറർ തരവാര. പുറനാനൂറിലെ വരികളാണ്. എല്ലാം നമ്മുടെ നാട് തന്നെയാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിൻ്റെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവരാണെങ്കിൽ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും അറിയപ്പെട്ടു. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘം എന്ന് പറയുന്നത്. ഇവർ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ആ കാലത്തെ സംഘകാലം എന്നും വിശേഷിപ്പിച്ചിരുന്നു. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളെ പരിചയപ്പെടാം. ഏതൊക്കെയാണ്? കുറുന്തകൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപത്ത്. കുറുന്തകൈ, നറ്റിണൈ സംഘസാഹിത്യ കൃതികളാണ്. നറ്റിണൈ, കുറുന്തകൈ, അകനാനൂറ്, പതിറ്റുപത്ത്
സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സംഘം കൃതികളെ പൊതുവായി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ. അകം പാട്ടുകൾ എന്ന് പറയുന്നത് കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നതാണ്. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നതാണ് പുറം പാട്ടുകൾ. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തിൽ വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. ചിലപ്പതികാരം, തിരുക്കുറൽ, മണിമേഖല ഇതൊക്കെ സംഘം കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ്. തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. തിരുക്കുറലിൻ്റെ രചയിതാവാണ് തിരുവള്ളുവർ. അടുത്ത ചിലപ്പതികാരം. കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോവടികളാണ്. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികളാണ്. മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത്. ചീത്തലൈ ചാത്തനാറിൻ്റെ കൃതിയാണ് മണിമേഖല. അപ്പോൾ തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവരും ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികൾ. അതിലെ കഥാപാത്രങ്ങളാണ് കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവെന്ന് പറയുന്നത് ഇളങ്കോവടികളാണ്. അടുത്ത മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥാപാത്രത്തെക്കുറിച്ച് അതിൻ്റെ കഥയെ വിവരിക്കുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തനാർ ആണ് ഈ മണിമേഖല രചിച്ചത്. വിവരം ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സംഘം കൃതികൾ, തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല, അതൊക്കെയാണ്. സംഘകാലത്ത് സാമൂഹിക സാമ്പത്തിക ജീവിതം. സംഘം കൃതികൾ ഉൾപ്പെടെ പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകൾ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെല്ലാത്തിനെയും കുറിച്ച് ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നു. എന്തൊക്കെയാണ് ഈ പാട്ടുകളിൽ? സാമൂഹിക ജീവിതത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കാലിമേയ്ക്കലും പിന്നെ ഉപ്പ് കുറുക്കലിനെയും വിഭവങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ചും ഒക്കെ ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? തൊഴിലാളികളെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നടന്നിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക ജീവിതം നടന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. പിന്നെ കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാരബന്ധം നിലനിന്നിരുന്നു. സാമ്പത്തിക ജീവിതമാണ്. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കലും മീൻപിടുത്തവും വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗമായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാരബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. കൂടാതെ ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്കും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. പിന്നെ സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സാമ്പത്തികമായ ജീവിതം എന്ന് പറഞ്ഞാൽ കൃഷിയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. കൂടാതെ കന്നുകാലി മേയ്ക്കലും മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവയും ഉപജീവന മാർഗമായിരുന്നു. പിന്നെ വിദേശ രാജ്യങ്ങളുമായി വ്യാപാരബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ നിന്ന് വിദേശികൾ വാങ്ങിയിരുന്നു. പിന്നെ ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്കും കൊണ്ടുവന്നിരുന്നു. അടുത്ത തിണകളാണ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചെന്നാണ് സംഘം കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ 5 ഭൂവിഭാഗങ്ങളിലെ പൊതുവെ ഐന്തിണകൾ എന്നാണ് പറയുന്നത്.
അറിയപ്പെട്ടു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിതവും ഉപജീവന മാർഗവും വ്യത്യസ്തമായിരുന്നു. ഭൂമിശാസ്ത്ര സവിശേഷതയ്ക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരുന്നു. അതിനകത്ത് തിണകൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ, ഉപജീവന മാർഗ്ഗങ്ങൾ നോക്കാം. കുറിഞ്ചിയിൽ കാടും മലകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ വനവിഭവ ശേഖരണവും വേട്ടയാടലുമായിരുന്നു. മുല്ലയിലാവട്ടെ പുൽമേടുകളും കുറ്റിക്കാടുകളുമായിരുന്നു സവിശേഷത. ഇനി അവരുടെ ഉപജീവന മാർഗം കന്നുകാലി മേയ്ക്കലായിരുന്നു. പാലയിൽ വരണ്ട പ്രദേശമായിരുന്നു, അതുകൊണ്ട് കൊള്ളയും കവർച്ചയുമായിരുന്നു അവരുടെ ഉപജീവന മാർഗം. മരുതം വയൽ പ്രദേശമാണ്, കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. നെയ്തൽ എന്ന് പറയുന്ന തീരപ്രദേശമാണ്, മീൻപിടുത്തവും ഉപ്പുകുറുക്കലും. അപ്പോൾ കുറിഞ്ചി കാട് മല പ്രദേശമാണ്, അവിടെ വനവിഭവ ശേഖരവും വേട്ടയാടലുമായിരുന്നു ഉപജീവന മാർഗങ്ങൾ. മുല്ലയിൽ പുൽമേടുകളും കുറ്റിക്കാടുകളുമായിരുന്നു, കന്നുകാലി മേയ്ക്കലായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. പാലയിൽ വരണ്ട പ്രദേശമാണ്, കൊള്ളയും കവർച്ചയുമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. മരുതത്തിൽ വയൽ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. നെയ്തൽ തീരപ്രദേശമാണ്, അവിടെ മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമായിരുന്നു അവരുടെ ജോലികൾ. അടുത്ത, ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി അവർ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങളാണ് അങ്ങാടികൾ എന്നറിയപ്പെട്ടത്. അതായത് ഓരോ തിണയിലെയും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അവരെ മറ്റ് തിണകളിലേക്ക് കൈമാറ്റം ചെയ്തിരുന്നു. ഇതിലൂടെ എന്തായി മാറുന്നു? ഇതൊരു വ്യാപാരത്തിലേക്ക് മാറുകയും വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും അതുവഴി അങ്ങാടികൾ എന്നൊരു കോൺസെപ്റ്റ് വരികയും ചെയ്തു. അങ്ങാടികൾ എന്താണ്? പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. നാളങ്ങാടി, അല്ലലാവണവും പ്രാചീന തമിഴത്തെ അങ്ങാടികളുടെ അങ്ങാടികൾ എന്തൊക്കെയായിരുന്നു? അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണ അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. അല്ലലാവണം എന്തായിരുന്നു? അന്തിച്ചന്തയായിരുന്നു. നാളങ്ങാടി എന്ന് പറയുന്നത് പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. അങ്ങാടികൾ എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ടായിരുന്നു, അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം എന്ന് പറയുന്നത് അന്തിച്ചന്തയായിരുന്നു, നാളങ്ങാടി എന്ന് പറയുന്നത് പകൽ ചന്തയായിരുന്നു. അവിടെ ദൈനംദിന ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. ഈ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയായിരുന്നു? പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നായിരുന്നു അറിയപ്പെട്ടത്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ. ഇവരെ 3 പേരെയും കൂടി ചേർന്ന് മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടത്. തമിഴകത്തിലെ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൻ, കടുങ്കോ എന്നും അറിയപ്പെട്ടു. ഇവരെ എന്തും വിളിച്ചു? കോൻ, കടുങ്കോ. മൂവേന്തർമാർ ആരൊക്കെയായിരുന്നു? ചേര, ചോള, പാണ്ഡ്യന്മാരായിരുന്നു. അവരെ മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ എന്നും അറിയപ്പെട്ടു. നിരവധി ഭരണകൂടങ്ങൾ ഇവിടെ നിലനിന്നിരുന്നെങ്കിലും ഈ മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഇവരെ കോൻ, കടുങ്കോ എന്നും വിളിച്ചിരുന്നു. മഹോദയപുരത്തെ സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. വഞ്ചി, ഉറയൂർ, മധുരയൊക്കെ ഇവർ ഭരിച്ചിരുന്ന കേന്ദ്രങ്ങളാണ്. മഹോദയപുരത്തെ പെരുമാക്കൽ CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം മക്കോദൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം മക്കോദൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടു. പെരുമാക്കൾ അറിയപ്പെട്ട പേരാണ് പിൽക്കാല ചേരർ, അതായത് ചേരറിന് ശേഷം വന്നവരാണ്. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം മക്കോദൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. മഹോദയപുരം എന്താണ്? CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ 9 മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം.
വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരർ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. മഹോദയപുരത്തെ പ്രധാന ഭരണാധികാരികൾ ഏതൊക്കെയായിരുന്നു? രാമരാജശേഖരർ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കരരവി എന്നിവർ. ഇവിടെ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പ്രമുഖ കേന്ദ്രം കൂടിയായിരുന്നു മഹോദയപുരം എന്ന് പറയുന്നത്. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. പെരുമാൾ ഭരണകാലത്ത് രാജ്യങ്ങളെ വിവിധ നാടുകളായി തിരിച്ചു. നാടുകളെ പിന്നെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും തിരിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്ന പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചു. പിന്നെ ആ നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമായിരുന്നു നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. പെരുമാൾ രാജ്യം നാടുകളായിട്ടും പിന്നെ ദേശങ്ങളായും കരകളായിട്ടും. പെരുമാൾ രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞ പെരുമാളായിരുന്നു. നാടുകളാവുമ്പോൾ നാടുവാഴികൾ, ദേശങ്ങളാവുമ്പോൾ ദേശവാഴികൾ, കരകളാവുമ്പോൾ പഞ്ചായത്തുകൾ. സാമ്പത്തിക പുരോഗതി നോക്കാം. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അഥവാ നികുതി പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ അന്നത്തെ കച്ചവട സംഘങ്ങളുടെ പേരെന്തൊക്കെയായിരുന്നു? 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ. 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നിവർ പെരുമാൾ ഭരണകാലത്തിലെ കച്ചവട സംഘങ്ങളുടെ പേരുകളാണ്. 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നിവ. ഇനി അടുത്ത സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു? പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാനമായി മാറി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ജനനം മുതൽ ഒരേ ജോലി തന്നെ ചെയ്തു വന്നതിനാൽ അവർക്ക് ജാതി വ്യവസ്ഥ പരമ്പരാഗതമായിട്ട് രൂപപ്പെട്ടു. പിന്നെ വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. പെരുമാൾ ഭരണകാലത്താണ് കൂത്ത്, കൂടിയാട്ടം എന്നീ അനുഷ്ഠാന കലകൾ രൂപപ്പെട്ടത്. അപ്പോൾ പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു? കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പൂണ്ടു. അതുപോലെ തന്നെ അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. അടുത്ത കൂത്ത്, കൂടിയാട്ടം എന്ന ചിത്രങ്ങളാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. 12-ാം നൂറ്റാണ്ടോടെ തകരുകയാണ് ചെയ്യുന്നത്. അടുത്ത നാടുവാഴി സ്വരൂപങ്ങളാണ്. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. അതായത് പെരുമാക്കന്മാരുടെ ഭരണം തകർച്ചയോടെ അത് നാടുവാഴികളുടെ കീഴിലായിട്ട് മാറി. അവർ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു സ്വരൂപങ്ങളിൽ
കൊണ്ടിരുന്നത്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളിലായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് ഇപ്പോഴത്തെ കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂർ എന്ന് പറഞ്ഞ വേണാട് എന്നിവ. സ്വരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ. കോലത്തുനാട് എന്ന് പറയുന്നത് കണ്ണൂറാണ്, നെടിയിരുപ്പ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂർ വേണാട് എന്നിവ. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. മധ്യകാല കേരളത്തിലെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയമായ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായി നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നു. ഈ ജന്മി സമ്പ്രദായം വ്യാപിച്ചതോടെ നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നു. നാടുവാഴി സ്വരൂപങ്ങളുടെ പ്രധാനപ്പെട്ടവ ഏതൊക്കെയായിരുന്നു? കോലത്തുനാട്, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം എന്നിവ. മരുമക്കത്തായവും എന്തുവാന്ന് നോക്കാം. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ അവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാ അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായത്തിലുള്ളത്. എന്നാൽ പിന്തുടർച്ചാ അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം എന്ന് പറയുന്നത്. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ, വേണാട്. മധ്യകാല കേരളത്തിലെ നാടുകൾ ഏതൊക്കെയായിരുന്നു? ഏഴിമല, കോലത്തുനാട്, പുറക്കീഴാനാട്, കുറുമ്പുറനാട്, ഏറാളനാട്, വള്ളുവനാട്, രാമവളനാട്, നെടുങ്കാലൈനാട്, നെടുമ്പുറൈനാട്, കീഴ്മലൈനാട്, കാൽക്കരൈനാട്, വേമ്പലനാട്, നന്റുഴൈനാട്, മഞ്ചുനാട്, വേണാട്. കൊടുങ്ങല്ലൂർ ആണ് മുരിയക്കോട്, മഹോദയപുരം, കൊടുങ്ങല്ലൂർ. പന്തലായനി കൊല്ലം. മധ്യകാല കേരളത്തിലെ നാടുകളാണിതൊക്കെ. ഈ പിക്ചർ കൊടുത്തേക്കുന്നത്. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമായി ഭരിച്ചിരുന്നതാണ് കോലത്തുനാട് എന്ന് പറയുന്നത്. അവിടുത്തെ ഭരണാധികാരിയെ കോലത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കിയുള്ള ഭരണമായിരുന്നു. ഭരണാധികാരിയെ സാമൂതിരി എന്നായിരുന്നു നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരിയെ അറിയപ്പെടുന്നത്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. അടുത്ത പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപം പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. അവിടുത്തെ കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് എന്ന് അറിയപ്പെട്ടത്. തൃപ്പാപ്പൂർ സ്വരൂപം അഥവാ വേണാട് കേരളത്തിലെ തെക്കേ അറ്റത്തെ സ്ഥിതി ചെയ്തിരുന്ന സ്വരൂപമായിരുന്നു വേണാട് സ്വരൂപം അഥവാ തൃപ്പാപ്പൂർ സ്വരൂപം. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. ഈ തൃപ്പാപ്പൂർ സ്വരൂപമാണ് പിന്നീട് തിരുവിതാംകൂറായി മാറിയത്. പെരുമ്പടപ്പ് സ്വരൂപമാണ് പിന്നീട് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടത്. തൃപ്പാപ്പൂരിൻ്റെ എവിടെയായിരുന്നു കേന്ദ്രം? കേരളത്തിലെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം. പെരുമ്പടപ്പ് കൊടുങ്ങല്ലൂർ പ്രദേശമായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. കോഴിക്കോട് കേന്ദ്രമാക്കി ഭരിച്ചിരുന്നതായിരുന്നു നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് കോഴിക്കോട് ആയിരുന്നു. അത് കോലത്തുനാട് കണ്ണൂർ കേന്ദ്രമായി ഭരിച്ചിരുന്നതായിരുന്നു. അവിടുത്തെ ഭരണാധികാരിയെ കോലത്തിരി എന്നാണ് അറിയപ്പെട്ടത്. നെടിയിരുപ്പിലെ ഭരണാധികാരിയെ അറിയപ്പെടുന്നത് സാമൂതിരി എന്നാണ് പറയുന്നത്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനമുണ്ടായിരുന്നു സാമൂതിരിക്ക്. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശത്ത് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് വെച്ചാൽ തെക്കേ അറ്റത്തായി കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്തിരുന്നതാണ്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. അടുത്ത വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്.
വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് ആരുടെ കാലത്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിലെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തൊക്കെയായിരുന്നു? ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. തൃപ്പടിദാനം നടത്തിയത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാണ്. നാടുവാഴികളെ അമർച്ച ചെയ്തു, വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ്. 8 വീട്ടിൽ പിള്ളമാരെ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തതാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രാജ്യത്തിൻ്റെ ഭൂമി മൊത്തത്തിൽ അളന്ന് തിട്ടപ്പെടുത്തിയ വ്യക്തിയാണ്. തൃപ്പടിദാനം നടത്തി. ഇനി മാമാങ്കം എന്താണെന്ന് നോക്കാം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. ഭാരതപ്പുഴയുടെ തിരുനാവായയിലാണ് 12 വർഷത്തിലൊരിക്കലാണ് ഈ മാമാങ്കം എന്ന് പറയുന്നത് നടന്നിരുന്നത്. വള്ളുവ കോനാതിരിയുടെ കയ്യിൽ നിന്നും ഇതിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ആര് ഏറ്റെടുത്തു? സാമൂതിരി ഏറ്റെടുത്തു. ഈ തൃപ്പടിദാനം എന്താണെന്ന് നോക്കാം. തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. എന്നാണ് 1750 ജനുവരി 3-ാം തീയതി. 1750 ജനുവരി 3-ാം തീയതി. തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറവ് വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടത്. ആദ്യമേ കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പിന്നീട് പെരുമാക്ക ഭരണം തകർച്ചയുണ്ടായതിനു ശേഷം സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായ നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു. മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപമായത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.